everyone, welcome to my YouTube channel. So, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എൻ്റെ പേര് തൃഷ്ണ എന്നാണ് ഞാൻ വീഡിയോയിലൊരു വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഈ പാക്കിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞളാണ്, അതല്ലാതെ നമ്മൾ കറിക്കൊക്കെ വാങ്ങുന്ന മഞ്ഞളുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ ഇതേപോലെയുള്ള ഫേസ് പാക്കിനൊന്നിനും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഡ്രോപ്സ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് അളവൊന്നും ഇല്ല, നമ്മൾ എത്രത്തോളം എടുക്കണം അതനുസരിച്ച് ഒന്ന് മിക്സ് ആവാനായിട്ട് രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പിഗ്മെന്റേഷൻ എവിടേക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം അപ്ലൈ ചെയ്യാം. നോർമലി എല്ലാവരുടെയും ഈ ഒരു നെറ്റിയില്, കവിളില്, പിന്നെ താടിയിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ മാത്രം അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ഫുൾ ഫേസ് അപ്ലൈ ചെയ്തുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എല്ലാവരുടെ ഒന്നും ഇതേപോലെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ ഫേസിലധികം പിഗ്മെന്റേഷൻ കുറവാണ്. പിന്നെ ഞാൻ നിങ്ങളൊന്ന് ഡെമോ കാണിച്ചു തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കവിളില് പിന്നെ ഫോർഹെഡിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിയിലുള്ളവരാണെങ്കിൽ ചിലവരുടെ മുഖത്ത് ഭയങ്കര ഡാർക്ക് പാച്ചസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഡെയിലി എവറിഡേ യൂസ് ചെയ്യാം കേട്ടോ. എവറിഡേ നിങ്ങൾ ഒരു മോർണിംഗിലോ അതല്ലെങ്കിൽ ഈവനിങ്ങിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നണം കേട്ടോ. ഈവനിങ്ങിൽ നിങ്ങൾ ചെറിയൊരു പാക്ക് പോലെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത് ഫുൾ ഫേസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്കറിയാം മഞ്ഞൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കണ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രം കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ഫേസ് ഇടുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉള്ളവർ എവറിഡേ ഇടാം, അതല്ലാത്തവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ചോയ്സ് ആയിട്ട് അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ പാക്കാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അവരുടെ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് അതല്ലെങ്കിൽ കുറച്ചും കൂടി ഓയിലി ആയിക്കഴിഞ്ഞാൽ കുറച്ച് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മസ്റ്റ് ആയിട്ടും ഇത് വാഷ് ഔട്ട് ചെയ്ത് തന്നെ കളയാം കേട്ടോ. അല്ലാത്തവർ ഇപ്പൊ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് വൈപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ചിലപ്പോ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഇങ്ങനെ കൊക്കനട്ട് ഓയിലൊക്കെ ഫേസിൽ വാരിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയി സ്കിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയി കഴിഞ്ഞാൽ വല്ല പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൊക്കനട്ട് ഓയിൽ സ്കിപ്പ് ആക്കിക്കോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോവേര ജെൽ ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുകാര് നിങ്ങൾ കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട, ആലോവേര ജെൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. എന്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ചെയ്യണത്. നമുക്കറിയാം എല്ലാ പാക്കും ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു പാക്കിന് മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം കോക്കനട്ട് ഓയിൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇനി വാഷ് ഔട്ട് ചെയ്യുന്നവരാണ്, ഇപ്പൊ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മസ്റ്റ് ആയിട്ടും വാഷ് ഔട്ട് ചെയ്യുക. അങ്ങനെയുള്ളവർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.